ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരാത്മീക സന്ദേശം 65-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. രണ്ട് സന്ദേശങ്ങൾ അവിടെ ഉണ്ട്. നീ അലങ്കരിക്കപ്പെടുവാനും നിന്റെ ജീവിതം പുഷ്ടിയാക്കപ്പെടാനും സമയമായിരിക്കും. ആദ്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതം പുഷ്ടിയാക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. എത്ര പ്രാർത്ഥിച്ചിട്ടും പുഷ്ടിപ്പെടാൻ കഴിയാതെ നിൽക്കുന്ന ചിലരോട് കർത്താവ് പറയുകയാണ്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. പുഷ്ടി നിമിത്തം നുകങ്ങൾ തകർന്നു പോകും. ഒരിക്കലും തല ഉയർത്താതെ നിങ്ങളുടെ മേൽ ശത്രു വെച്ച് കെട്ടിയ നുകങ്ങളെ നിന്റെ മുകളിൽ നിന്ന് തകർത്തു മാറ്റി നിന്റെ ലൈഫിൽ ഇതുവരെ വെളിപ്പെടാത്തൊരാത്മീക പുഷ്ടി നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്നാണ് ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം, സംവത്സരത്തെ ദൈവത്തിന്റെ നന്മ കൊണ്ട് ദൈവം അലങ്കരിക്കാൻ പോവുകയാണ്. അലങ്കോലപ്പെട്ട് കിടക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം അലങ്കരിക്കാൻ ആഗ്രഹിക്കും. ഡിസോർഡറായി കിടക്കുന്ന ചിലരെ ഓർഡറിൽ കൊണ്ടുവന്ന് ദേശത്ത് തമ്പുരാൻ നിന്നെ അലങ്കരിക്കാൻ ആഗ്രഹിക്കുക. എന്റെ സ്ഥിതി എന്ന് മാറുമെന്ന ചോദ്യവുമായിട്ട് ആരൊക്കെയോ ഈ വചനം കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ നന്മ കൊണ്ട് അലങ്കരിക്കാൻ പോകും. ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിച്ച ചില മേഖലകളെ ദൈവം രക്ഷപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി നിർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുക. രണ്ട് കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നേ. ഉടനെ ഞാൻ പുഷ്ടിപ്പെടും, ഉടനെ ദൈവത്തിന്റെ നന്മ ഞാൻ പ്രാപിക്കും. എന്നെ ദേശത്ത് ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരനുഗ്രഹമാക്കി വെക്കും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. മുമ്പോട്ട് പോകുന്ന ഓരോ സംവത്സരങ്ങളും ദൈവം നന്മ കൊണ്ട് നിന്നെ അലങ്കരിക്കാൻ പോവുകയാണ്. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കാൻ പോവുകയാണ്. നമുക്കൊന്നിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അലങ്കോലപ്പെട്ടു പോയ ലൈഫിനെ അലങ്കരിക്കുവാൻ കഴിവുള്ള ദൈവമേ, ഞങ്ങളുടെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുകയും ഞങ്ങളുടെ പാതകൾ പുഷ്ടി പൊഴിക്കുമെന്ന് ഞങ്ങളോട് കർത്താവ് സംസാരിച്ചു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായി നിന്റെ സംവത്സരങ്ങളെ എന്റെ യേശു നന്മ കൊണ്ട് അലങ്കരിക്കും. കാത്തിരിക്കാം, കാണാം, അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലസ് യു.